ബിസിനസ്സിനെ പറ്റി അറിയാനും ബിസിനസ്സിനെ പറ്റി പഠിക്കാനും ഒക്കെ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലേ? നിങ്ങൾക്കും ഇല്ല താല്പര്യം? അപ്പം നമ്മളെ ബിസിനസ്സിൻ്റെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ ലാംഗ്വേജ്. ഏതൊരാൾക്കും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ മനുഷ്യനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലാംഗ്വേജ് വേണം. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സും ഒരു പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ബിസിനസ്സിന് ഒരു ലാംഗ്വേജ് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ആ ലാംഗ്വേജാണ് അക്കൗണ്ടിങ്, അതായത് അക്കൗണ്ട്സ്. അപ്പം ആ ലാംഗ്വേജിനെ കുറിച്ച് നമുക്കൊന്ന് പഠിച്ചാലോ? എൻ്റെ പേര് മുഹമ്മദ് സ്നാൻ, ഞാൻ കോഴിക്കോടാണ്. അപ്പം ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബേസിക്സ് ആൻഡ് ഫണ്ടമെൻ്റൽസ് ഓഫ് അക്കൗണ്ടിങ്. ഇത് നമ്മൾ കുറച്ച് എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ചൊരു ബേസുള്ള കുറച്ചൊരു അക്കൗണ്ട്സ് എന്തെങ്കിലും ഒന്ന് കേട്ട ആൾക്ക് കുറച്ചുകൂടി ഒന്ന് അക്കൗണ്ട്സിനെ പറ്റി ബേസും ഒക്കെ ഒന്ന് ക്ലിയർ ആക്കുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണുള്ളത്. നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ചാനലുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ലിങ്ക്, അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ID കൊടുക്കാം, അതിലേക്ക് മെസ്സേജ് അയച്ചാലും മതി. ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? അപ്പോൾ നമുക്ക് നോക്കാല്ലേ, ബേസിക്സ് ആൻഡ് ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു. അതായത് ബിസിനസിന്റെ ഒരു ലാംഗ്വേജ് ആണ്. ഇത് ഞാൻ കൊടുത്ത ഡെഫിനിഷനാണ്, ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. The language of business which express its emotions and situations through this language. So, to understand a business, we need to know the language of business. അത് നമുക്ക് ഒരു ബിസിനസിനെ പറ്റി അറിയണമെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കമ്പനീന്റെ ഷെയർ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പോകുന്ന ഇൻവെസ്റ്റർ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റർ ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആണെങ്കിലും, നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയണ്ടേ? അപ്പം ഈ ബിസിനസ്സിൽ എന്തൊക്കെയാണുള്ളത്, ഇതിന്റെ പ്രോഫിറ്റ് എത്ര ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഈ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് എങ്കിലും വേണം. എന്താണ് ഈ ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ ലോസ്, എന്താണ് ഈ ബാലൻസ് ഷീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പം അതാണ് നമ്മുടെ ബിസിനസിന്റെ ലാംഗ്വേജ്. അക്കൗണ്ടിങ് ആണ് നമ്മുടെ ബിസിനസിന്റെ ലാംഗ്വേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം അക്കൗണ്ടിങ്ങിന്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് എന്ന് വെച്ചാൽ, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ട്രാൻസാക്ഷൻ ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് ഇവന്റ്സ് which are as part at least of financial character and interpreting the result thereof. ഇത് തിയറിറ്റിക്കൽ മീനിങ് ആണ്. ഇതിലൊന്നും ഞാൻ തിയറിറ്റിക്കലി നമ്മൾ അധികം കവർ ചെയ്യുന്നില്ല. നമ്മൾ പ്രാക്ടിക്കലി പ്രോബ്ലം ഈസ് നോക്കാം, എങ്ങനെയാണ് കോൺസെപ്റ്റ്സിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. There are two approaches in accounting. അക്കൗണ്ടിങ്ങിൽ രണ്ട് അപ്രോച്ചസ് ആണുള്ളത്, ട്രഡീഷണൽ അപ്രോച്ചും മോഡേൺ അപ്രോച്ചും. ഇതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള കാര്യം. ട്രഡീഷണൽ അപ്രോച്ച് ഉണ്ട്, മോഡേൺ അപ്രോച്ച് ഉണ്ട്. ഈ രണ്ട് അപ്രോച്ചിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്ന രണ്ട് അപ്രോച്ചസ് ആണ് ട്രഡീഷണൽ അപ്രോച്ചും മോഡേൺ അപ്രോച്ചും. ഇപ്പം ഈ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ, ട്രഡീഷണൽ അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ബ്രിട്ടീഷ് സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ബ്രിട്ടീഷ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് ട്രഡീഷണൽ അപ്രോച്ച് ഉള്ളത്. ഇറ്റ് ഫോളോസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇത് നമ്മൾ രണ്ട് അപ്രോച്ചിലും ഡെബിറ്റും ക്രെഡിറ്റും തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്ലാസിഫൈസ് അക്കൗണ്ട്സ് ഇൻടു ത്രീ മെയിൻ ടൈപ്സ്. മൂന്ന് മെയിൻ ടൈപ്സ് ആയിട്ടാണ് അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ട്രഡീഷണൽ അപ്രോച്ചിൽ. ഞാൻ ആദ്യം ജസ്റ്റ് നമുക്കൊന്ന് പറയാം, എന്നിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ.
Types of accounts under traditional approach are personal account, real account, and nominal account. ഈ 3 ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് എന്തില് നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചിലുള്ളത്. റൂള് ഇപ്പൊ നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചിൽ 3 അക്കൗണ്ട്സ് ആണുള്ളത്. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ മോഡേൺ അപ്രോച്ചിലായിരിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു അപ്രോച്ച് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 2 അപ്രോച്ചും കൂടി കൂട്ടിക്കലർത്തിയാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യാം മോഡേൺ അപ്രോച്ച് കുറച്ചുകൂടി ഫോളോ ചെയ്യാനാണ്. ഈ ട്രഡീഷണൽ അപ്രോച്ചിന് കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ വലിയ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുമ്പോൾ ഇത് നമ്മൾ നോക്കൽ കുറച്ച് പണിയായിരിക്കും. മോഡേൺ അപ്രോച്ച് കുറച്ചുകൂടി സിമ്പിളും അണ്ടർസ്റ്റാൻഡബിൾ ആണെന്നാണ് ഇതില് സ്റ്റാൻഡ്. ഇപ്പൊ നമ്മള് ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് വാട്ട് ഈസ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഈ സംഭവം കുറെ ആൾക്കാർക്ക് അറിയാൻ ടൈം എടുക്കും. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ബേസ് ഇല്ലാതെ ഇപ്പൊ നിങ്ങൾ +2 സയൻസോ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സോ ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഡിഗ്രി വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് CA ചേർന്നാലോ അല്ലെങ്കിൽ CMA CSO ഏതിനാ നിങ്ങൾ ചേർന്ന് വെച്ചാല് അവര് അപ്പൊ നമുക്ക് അക്കൗണ്ട്സ് ആദ്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അക്കൗണ്ട്സ് ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കാനില്ല. കുറച്ച് ഈ ബേസ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റായി മാറും. ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് ഇത് എൻറ്റയർലി നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു സാധനമാണ്. എന്താണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും? അതാണ് നമുക്ക് അറിയേണ്ടത്. ഞാന് ആക്ച്വലി ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരുന്നു എടുത്തത്. അപ്പൊ ഞാൻ ആദ്യം എടുത്ത ടൈമിൽ എനിക്ക് ബേസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് ക്ലാസ് ഒക്കെ കണ്ട് ഞാൻ ആദ്യം ക്ലാസ് കണ്ട് നോക്കുമ്പോൾ എത്ര ആയിട്ട് എനിക്ക് ഡെബിറ്റും ക്രെഡിറ്റും റെഡി ആവുന്നില്ല. 1-2 ചാപ്റ്ററൊക്കെ ടീച്ചേഴ്സ് എടുക്കുന്നുണ്ട്. ബട്ട് ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ വിചാരിച്ചു വെച്ചാല് ഇപ്പൊ നിങ്ങള് ചില ആൾക്കാർക്ക് ഇങ്ങനെ തോട്ടുണ്ടാവും നമ്മുടെ ബാങ്കിൽ മെസ്സേജ് കാണുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പം നമ്മൾ കാണും യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ക്രെഡിറ്റഡ് വിത്ത് ₹1000 അല്ലെങ്കിൽ യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ഡെബിറ്റഡ് വിത്ത് ₹1000. ഇങ്ങനെ നമ്മൾ ബാങ്കിൽ മെസ്സേജ് ചെയ്യണം. ഇതെപ്പോഴാണ് ഈ ക്രെഡിറ്റഡ് നമ്മളെപ്പോഴാണ് കാണുന്നത്? നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും പൈസ ഇട്ടാലാണ് നമ്മൾ ക്രെഡിറ്റഡ് എന്ന് കാണുന്നത്. അപ്പൊ നമ്മള് ആ ഒരു അസംഷനിൽ എന്ത് ചെയ്യും? ക്രെഡിറ്റഡ് എന്ന് പറഞ്ഞാല് പൈസ വരുന്നതിനാണ് ക്രെഡിറ്റഡ് എന്ന് പറയാ. അതുപോലെ തന്നെ ഡെബിറ്റഡ് എന്ന് പറഞ്ഞാല് പൈസ പോണതിനാണ് ഡെബിറ്റഡ് എന്ന് പറയാൻ നമ്മൾ വിചാരിക്കും. ഞാൻ അങ്ങനെയായിരുന്നു വിചാരിച്ചോണ്ടിരുന്നത്. പിന്നെ കുറെ കഴിഞ്ഞാലാണ് എനിക്ക് മനസ്സിലായത് ഈ സംഭവം അങ്ങനെയല്ല. ശരിക്കും ഇതങ്ങനെയല്ല. ഈ ക്രെഡിറ്റഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പിന്നീട് കുറച്ചുകൂടി കഴിയുമ്പോൾ ഒന്ന് പഠിക്കാം. ശരിക്കും ഈ ക്രെഡിറ്റ് ഡെബിറ്റ് എന്ന് പറയുന്നത് എന്താ വെച്ചാല് ജസ്റ്റ് ഒരു നമ്മളെന്താ എക്സാമ്പിൾ പറയാം, ഇത് ഞാൻ ഒരു ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇത് നമ്മളൊരു ഡബിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ അതിനൊരു ഇപ്പൊ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിങ്ങളൊരു പാർട്ട്ണറാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓൺ ബിസിനസ് ആണെന്ന് വിചാരിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ ബിസിനസ്സിലേക്ക് ക്യാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബിസിനസിന്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഓണറിന്റെ ഭാഗത്തു നിന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്.
ബിസിനസ്സും ഓണറും എപ്പോഴും ഇത് ഓണർ, ഇത് ബിസിനസ്, ഇവർ രണ്ടാളും എപ്പോഴും രണ്ടാൾക്കാരാണ്. നമ്മള് ചിലപ്പോ നമ്മളെ ഈ ഓണർ തന്നെ ആയിരിക്കും ഈ കടയിൽ നിൽക്കുന്നതും ഫുള്ള് നോക്കണതും പൈസ പിള്ളേരുടെ ഒക്കെ ആയിരിക്കും. ബട്ട് നമ്മള് ഇൻ ടേംസ് ഓഫ് അക്കൗണ്ട്സ് ഓണറും ബിസിനസ്സും രണ്ടും രണ്ടാണ്. അത് നിങ്ങൾ എപ്പോഴും മറക്കാതെ വെക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബിസിനസിന്റെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെന്നുള്ള ഒരു രീതിയിൽ ചിന്തിച്ചാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളൊരു ബിസിനസ് ഉണ്ട്, ഈ ബിസിനസ്സിലേക്ക് ഇയാള് എന്ത് ചെയ്ത് ഒരു 10,000 രൂപ ക്യാഷ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതായത് സാധനങ്ങളൊക്കെ വാങ്ങാൻ. അപ്പൊ നമ്മള് സാധാ പഠിച്ച നമ്മൾ ഇതുവരെ ഒരു അക്കൗണ്ട്സ് ഒന്നും അറിയാത്ത ആളാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഓണർ ഞാന് പൈസ ഇപ്പൊ ക്യാഷ് 10,000 എന്ന് വെറുതെ എഴുതി വെക്കും. ബുക്കാണെങ്കിൽ ഒരു സാധാ ബുക്ക്, ക്യാഷ് 10,000 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് എഴുതി വെക്കും, അത്രേ ഉള്ളൂ. ബട്ട് നമ്മളെ അക്കൗണ്ട്സിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ക്യാഷ് വന്നു, ക്യാഷ് വന്നാല് ക്യാഷ് ഒരു അസറ്റാണ്. അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് അസറ്റ് ലയബിലിറ്റീസ് എന്താ പറയാ, അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഒരു സമ്പാദ്യം മലയാളത്തിൽ കറക്റ്റ് ആയിട്ടുള്ള എന്തായാലും അസറ്റാണ് എന്ത് നമ്മളെ ക്യാഷ് എന്ന് പറയുന്നത്. അപ്പം അസറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മുടെ അക്കൗണ്ട്സിൽ ബുക്കിൽ ഉണ്ട്, ക്യാഷ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 10,000 റുപ്പീസ് ഉണ്ട്. ഇനി ഇവിടെ ഒരു ഡെബിറ്റ് വരും, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് തൂങ്ങിടും, എന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റും വരും, ഒരു 10,000. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ഇതെന്താ ഇങ്ങനെ വരുന്നൊക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ഈ ഡെബിറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഡെബിറ്റിനാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ഇതാണ് നമ്മളെ ക്രെഡിറ്റ്. അപ്പൊ ഇങ്ങനെ രണ്ട് സൈഡ് ഓഫ് ഒരു ട്രാൻസാക്ഷന് രണ്ട് സൈഡ്സ് ഉണ്ടാവും എപ്പോഴും നമ്മൾ അക്കൗണ്ട്സിൽ. ഇതിന് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് എന്നാണ് പറയാ. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ് ഇത്. ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വെച്ചിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടാവും. ഏത് ട്രാൻസാക്ഷൻ എടുത്താലും അതിൽ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും കാണാം. അപ്പം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഡെബിറ്റിനും ക്രെഡിറ്റിനും ഒരു ഉത്തരമുണ്ടെന്ന് വിചാരിക്കരുത്. അങ്ങനെ വെച്ച് ചിന്തിച്ചാൽ നമ്മൾ ആകെ ഫുള്ള് പോകും. അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല് ഡെബിറ്റ് ഈസ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ലെഡ്ജർ ആൻഡ് ക്രെഡിറ്റ് ഈസ് ദ right side of the ledger, and there are no other explanations also. Hence we can conclude that the debit and credit has no specific value specific meaning. Specific meaning in accounts, but which are the significant elements in accounts. അതിന് പ്രത്യേകിച്ച് മീനിങ് ഇല്ല, പക്ഷെ ഇത് രണ്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ അക്കൗണ്ട്സ്. ഓക്കെ, ഇത് ലെഡ്ജർ എന്താണെന്നും ആ കാര്യമൊക്കെ നമ്മൾ പഠിക്കട്ടോ. അപ്പം നിങ്ങൾ ആദ്യം ഡെബിറ്റും ക്രെഡിറ്റും ഇങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇനി നമുക്കൊന്ന് ഒന്നുകൂടി ട്രഡീഷണൽ അപ്രോച്ച് നോക്കാം. ട്രഡീഷണൽ അപ്രോച്ച് നമ്മൾ പറഞ്ഞു
അപ്പം ഈ ട്രഡീഷണൽ അപ്രോച്ച് ഞാനിപ്പം അടിയിൽ നിങ്ങൾക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് കാണിച്ചു തന്നു. അപ്പൊ ഡെബിറ്റ് ക്രെഡിറ്റ് എന്തിന്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നതാണ് ഈ രണ്ട് അപ്രോച്ചസ്. ഒന്ന് ട്രഡീഷണൽ അപ്രോച്ച്, രണ്ടാമത്തത് നമ്മുടെ മോഡേൺ അപ്രോച്ച്. ഈ രണ്ട് അപ്രോച്ചിലും ഈ ഡെബിറ്റ് എന്തിനു ചെയ്യണം, ക്രെഡിറ്റ് എന്തിനു ചെയ്യണം എന്ന് പറയുന്നതാണ് ആക്ച്വലി. അപ്പൊ നമുക്ക് ഈ ട്രഡീഷണൽ അപ്രോച്ചിൽ 3 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ടാണ് അക്കൗണ്ട്സ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്സ്, ഒന്ന് 2 റിയൽ അക്കൗണ്ട്സ്, 3 നോമിനൽ അക്കൗണ്ട്സ്. അപ്പൊ ഈ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിലെന്താ വരിക എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാല് ക്രെഡിറ്റേഴ്സ് വരും, ഡെപ്റ്റേഴ്സ് വരും. അതുപോലെ തന്നെ നമ്മളെ ആൾക്കാർ, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട്. ഒരു പേഴ്സൺ ഉണ്ട്, അപ്പൊ പേഴ്സൺ മിസ്റ്റർ എ, മിസ്റ്റർ എക്ക് നമ്മൾ ഒരു പേയ്മെന്റ് ചെയ്തു. അപ്പം ആ ടൈമിൽ നമ്മൾ നോക്കേണ്ടത് ഏതാണ്? പേഴ്സണൽ അക്കൗണ്ടാണ്. നേച്ചർ ഓഫ് പേയ്മെന്റ് നമ്മൾ നോക്കണം. മിസ്റ്റർ എക്ക് നമ്മൾ ഒരു പേയ്മെന്റ് ചെയ്തു. വെൻ cash is paid to creditor, debit creditor account, credit cash account. അപ്പൊ നമ്മള് ഇതിന്റെ റൂൾ എന്താന്ന് നോക്കാം. ഓരോന്നിനും റൂൾ ഉണ്ടാവും. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഇങ്ങനെ പറഞ്ഞാല് ആർക്കാണോ പൈസ കിട്ടുന്നത് അയാളെ ഡെബിറ്റ് ചെയ്യാം. ഇത് ഈ ട്രഡീഷണൽ അപ്രോച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഒഴിവാക്കാന്നല്ല, ജസ്റ്റ് കേട്ടിട്ട് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അധികം പഠിക്കണം എന്നുള്ളവർക്ക് പഠിക്കുകയും ചെയ്യാം. മോഡേൺ അപ്രോച്ചാണ് കുറച്ചുകൂടി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. ഡെബിറ്റ് ദ റിസീവർ എന്ന് പറയുമ്പോൾ ഇതുവരെ റെക്കോർഡ് ചെയ്തതിൽ സൗണ്ടിന് ചെറിയ വിഷയം ഉണ്ടായിരുന്നു അല്ലേ? സോറി. നമുക്ക് ബാക്കി നോക്കാം. നമ്മളെവിടെ പറഞ്ഞ അപ്പം ഇങ്ങനെ ഓരോ റൂൾ ഉണ്ടാവും. പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്. അപ്പം ഇത് ഓരോ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ഈ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് വരികയാണെങ്കിൽ ഈ റൂൾ അപ്ലൈ ചെയ്യാം. അതാണ് നമ്മുടെ ട്രഡീഷണൽ അപ്രോച്ചിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും റൂള് ശ്രദ്ധിക്കണം. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അതായത് നമ്മളിപ്പോൾ മിസ്റ്റർ എ എന്ന് പറഞ്ഞൊരു ഡെപ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റർ ഉണ്ട്. ക്രെഡിറ്റർ ഡെപ്റ്റർ എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കണമാണെങ്കിൽ ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ അയാൾക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനാണ് ഉണ്ടാവുക. അതായത് നമ്മളങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. നമ്മൾ കടത്തിന് സാധനം പർച്ചേസ് ചെയ്ത്, അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ആളില്ലേ, ഇയാൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് കൊടുക്കാനുണ്ടാവും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ ഉള്ള ആൾക്കാരെയാണ് ക്രെഡിറ്റർ എന്ന് പറയാം. നമ്മൾ പൈസ കൊടുക്കാനുള്ള നമ്മളെ സപ്ലയേഴ്സിന്. സപ്ലയേഴ്സിനാണ് നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെയിൽ നടത്തുമ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, കസ്റ്റമേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പൈസ പിന്നെ തന്നാൽ മതി എന്നുള്ളൊരു ഇതിൽ നമ്മളിപ്പം പറ്റിന് വാങ്ങൂലേ, അതുതന്നെയാണ് സംഭവം. ഇത് നമ്മൾ പറ്റിന് പർച്ചേസർ സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് പറ്റിന് വാങ്ങണം. ഇത് നമ്മളെ കസ്റ്റമർ നമ്മളെ കയ്യിൽ നിന്ന് പറ്റിന് വാങ്ങാം. അപ്പം അതാണ് ഈ ഡെപ്റ്ററും ക്രെഡിറ്ററും എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ
നമ്മൾ ഡെപ്റ്റർക്ക് ക്രെഡിറ്റർക്ക് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം എന്താ എൻട്രി വരിക? ക്രെഡിറ്റർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. അങ്ങനെയാണ് എൻട്രി വരിക. ഈ എൻട്രി എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ക്രെഡിറ്റർ ആർക്കാണോ കിട്ടുന്നത് ഡെബിറ്റ് ദ റിസീവർ, അയാളെ ഡെബിറ്റ് ചെയ്തു ടു ബാങ്ക് അക്കൗണ്ട്. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എന്താണോ പോകുന്നത്, എന്തായാലും ഒരു ട്രാൻസാക്ഷനിൽ 2 എൻട്രീസ് ഉണ്ടാവുക, ഒരു ഡെബിറ്റ് ഒരു ക്രെഡിറ്റും ഉണ്ടാവുമല്ലോ. അപ്പം ഡെബിറ്റിൽ നമുക്ക് എന്തെന്ന് ക്രെഡിറ്റർ വന്നു. അപ്പം അപ്പുറത്തെ സൈഡിലുള്ളത് എന്താ, നമ്മുടെ കയ്യിൽ ക്രെഡിറ്ററും ഉണ്ട് ബാങ്കും ഉണ്ട്. നമ്മൾ ക്രെഡിറ്റർക്ക് പേയ്മെൻറ്റ് ബാങ്കിലൂടെ കൊടുത്തു. അതാണ് ഈ ട്രാൻസാക്ഷൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഒന്ന് ഡെബിറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേത് എന്തായാലും ക്രെഡിറ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഏതെങ്കിലും ഒന്നിനെ നോക്കാം. അപ്പം ഡെബിറ്റ് ദ റിസീവറിനെ ഡെബിറ്റ് ചെയ്തു, അതായത് ക്രെഡിറ്ററിനെ ഡെബിറ്റ് ചെയ്തു. അപ്പം അതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ടു ബാങ്ക്, അതായത് ഇനി ബാക്കിയുള്ള മറ്റേ ട്രാൻസാക്ഷൻ ഏതാ, മറ്റേ അക്കൗണ്ട് ഏതാണ്, ബാങ്ക് അക്കൗണ്ടാണ്. അപ്പം ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നേരെ മറിച്ച് നമ്മൾ ഡെപ്റ്റർ നമുക്ക് പേയ്മെൻറ്റ് തന്നു, ഡെപ്റ്റർ അക്കൗണ്ട് ഡെബിറ്റ് ഡെപ്റ്റർ നമുക്ക് പേയ്മെൻറ്റ് തന്നു പറഞ്ഞാൽ എന്താ, ആരാണ് ഇവിടെ റിസീവർ അല്ലെങ്കിൽ ആരാണ് ഇവിടെ ഗിവർ? ഡെപ്റ്റർ നമുക്ക് പൈസ തന്നു. അപ്പം ഡെപ്റ്റർ നമുക്ക് തരുന്ന ആളാണ് ഗിവർ. ഗിവറിന് എന്താ ചെയ്യേണ്ടത്, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പം ഗിവറായിട്ടുള്ള ഡെപ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു ടു ഡെപ്റ്റർ അക്കൗണ്ട്. ഇനി മറ്റേ എൻട്രി ഏതാ ഉള്ളത്, ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ്, ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 1000. ഇങ്ങനെയാണ് എൻട്രി വരിക. അതായത് ഡെപ്റ്റർ ആരാണോ നമുക്ക് തരുന്നത്, ഡെബിറ്റ് ദ റിസീവർ ആരാണോ നമുക്ക്, ആർക്കാണോ കിട്ടുന്നത് അയാളെ ഡെബിറ്റ് ചെയ്യുക, ആരാണോ തരുന്നത് അയാളെ ക്രെഡിറ്റ് ചെയ്യുക. അതാണ് പേഴ്സണൽ അക്കൗണ്ട് പറയുന്നത്. ക്രെഡിറ്റർ, ഡെപ്റ്റർ അതുപോലത്തെ അക്കൗണ്ട്സ് ആണ് നമ്മളെ ഇതിൽ വരിക, പേഴ്സണൽ അക്കൗണ്ട്സിൽ വരിക. ഇനി അടുത്തത്, ഞാനിത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്ക് മോഡേൺ അപ്രോച്ചിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പം റൂൾ എന്താണ്, ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. അതാണ് റിയൽ അക്കൗണ്ടിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റൂൾ. അപ്പം റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പം എന്തൊക്കെയാണ് അതിൽ വരിക, റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റ്സിൻ്റെ അക്കൗണ്ടാണ്. അസറ്റ്സിൻ്റെ അക്കൗണ്ട് എന്ന് പറയുമ്പം നമ്മളെ കയ്യിൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങളായിട്ടുള്ള വസ്തുക്കൾ. ഇപ്പം എന്തൊക്കെ പറയാം, ഫർണിച്ചേഴ്സ്, അതുപോലെ തന്നെ മെഷീനറി ഉണ്ടെങ്കിൽ മെഷീനറി, വെഹിക്കിള്, അതുപോലത്തെ ഐറ്റംസ് ഒക്കെ അല്ലേ. അതുപോലെ തന്നെ ഇൻവെൻട്രീസ്, അതുപോലത്തെ ഐറ്റംസ്. അതായത് നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ നമുക്കൊരു ബെനിഫിറ്റ് ഉള്ള ഐറ്റംസ് ആണ്. ബെനിഫിറ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും, അങ്ങനെ വേണമെങ്കിൽ പറയാം.
ഫർണിച്ചറും മെഷീനറീസും വെഹിക്കിൾസും ഒക്കെ നമുക്ക് വിറ്റാൽ നമുക്ക് പൈസ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് സിമ്പിളായിട്ട് പറയാം. ഇത് എക്കണോമിക് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഐറ്റംസാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അസറ്റ്സ് ആകുമ്പം നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. അതായത് നമ്മൾ അസറ്റ് ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി അസറ്റ് പോവുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം അതിനെ കൊണ്ടാണ് മുകളിൽ ബാങ്കും ക്യാഷും കണ്ടില്ല നിങ്ങൾ. അപ്പം ക്യാഷ് കിട്ടുന്ന ടൈമിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്യാഷും ഒരു അസറ്റ് പെട്ട സംഭവമാണ് കേട്ടോ. കൊണ്ടാണ് ക്യാഷ്. അപ്പം ക്യാഷ് നമുക്ക് കിട്ടി. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ഒരു 1000 റുപ്പീസാണ് കിട്ടിയത്. ടു എന്താണ്? ടു ഏത് മുഖേനയാണ് കിട്ടിയത്? നമുക്കിപ്പോൾ ഒരു ഇൻകം ഉണ്ടായി, സെയിൽസ്. നമ്മളൊരു 1000 രൂപക്ക് സെയിൽസ് ചെയ്തു. അപ്പം ടു സെയിൽസ് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. അതായത് നമ്മളെ കയ്യിൽ വന്ന അസറ്റ് ഏതാണ്? ക്യാഷ് എന്ന് പറഞ്ഞ ഒരു അസറ്റ് നമുക്ക് വന്നു. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 1000 ടു സെയിൽസ് 1000. അത് നമ്മൾ ഒരു ഭാഗം ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ക്യാഷ് ഏതാണ് സാധനം? ക്യാഷ് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്. അസറ്റ് വരുമ്പം അസറ്റ് നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. അപ്പം ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ടാണ് വരിക. അപ്പം ഡെബിറ്റ് ക്യാഷിനൊക്കെ ഡെബിറ്റ് ചെയ്യുക. ഏത് മുഖേനയാണ്, എന്ത് സോഴ്സിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്? ക്യാഷ് സെയിൽസ് മുഖേനയാണ് കിട്ടിയത്. അപ്പോൾ ടു സെയിൽസ്. ബാക്കിയുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റിലിടുക. അങ്ങനെ ചെയ്യാം. അപ്പം വെൻ ഫർണിച്ചേഴ്സ് ഈസ് പർച്ചേസ്ഡ് ഡെബിറ്റ് ഫർണിച്ചർ അക്കൗണ്ട് ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ട്. അപ്പം ഇനി നമ്മളൊരു ഫർണിച്ചർ വാങ്ങുകയാണ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ഒരു 50,000 റുപ്യക്ക് നമ്മൾ ഫർണിച്ചർ വാങ്ങും. അല്ല, ഒരു 10,000 റുപ്യക്ക് ഫർണിച്ചർ വാങ്ങും. എന്ത് കൊടുത്തിട്ട്? ക്യാഷ് കൊടുത്തിട്ട്. നമ്മളെന്താ ചെയ്ത് റെഡിയാണോ? ഫർണിച്ചർ നമ്മൾ വാങ്ങുന്നു, അതായത് നമ്മളെ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വരുന്നു. ബിസിനസ്സിൻ്റെ ആംഗിളിൽ നിന്ന് മാത്രമേ ചിന്തിക്കാവേ. അപ്പം ഫർണിച്ചർ നമ്മളെ ബിസിനസ്സിലേക്ക് വരുന്നു. അപ്പം ഫർണിച്ചർ ഡെബിറ്റ് വാർഡ് കംസ് ഇൻ. ഫർണിച്ചർ അസറ്റാണ്. ഡെബിറ്റ് വാർഡ് കംസ് ഇൻ. ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്തു. ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് എന്ന് പറഞ്ഞൊരു അസറ്റ് പോവാണ്. അപ്പം ടു ക്യാഷ് അക്കൗണ്ട്. ഡെബിറ്റ് ഫർണിച്ചർ അക്കൗണ്ട്, ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ട്. ഓക്കെ ആണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ റിയൽ അക്കൗണ്ട്. ഡെബിറ്റ് വാർഡ് കംസ് ഇൻ, ക്രെഡിറ്റ് വാർഡ് ഗോസ് ഔട്ട്. ഇനി എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ഫർണിച്ചർ, ഇത് ഓൾറെഡി പറഞ്ഞതാണ്. ഇനി നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ എക്സ്പെൻസസ്, ഇൻകംസ്, പ്രോഫിറ്റ്, ലോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോമിനൽ അക്കൗണ്ടിലൂടെ പറയുന്നത്. നോമിനൽ അക്കൗണ്ടിൽ എക്സ്പെൻസസ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ഒരു ഇവിടുത്തെ റൂൾ എന്താണെന്ന് നോക്കാം നമുക്ക് ആദ്യം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. അപ്പം നമ്മൾ ഈ കേസ് നോക്കുമ്പോൾ നമുക്കെന്ത് കാണുന്നുണ്ട്? ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. നമ്മൾ ബാങ്ക് ചെയ്ത് റെഡിയായി എന്ന് തോന്നുന്നുണ്ട് അല്ലേ? നമ്മളെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ വന്നാൽ നമ്മളെ എന്ത് കാണിക്കും? ക്രെഡിറ്റഡ് റുപ്പീസ് 1000 എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ ഒരു എൻട്രി കാണിച്ചു തന്നല്ലേ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നോക്കുമ്പോൾ നമുക്ക്
അത് നോക്കിയിട്ട് അങ്ങനെ വേണേൽ ചിന്തിക്കാം. പക്ഷേ ശരിക്കും അത് അങ്ങനെയല്ല വരുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന ആ പൈസ വരുമ്പോൾ അതൊരു ഇൻകമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇൻകംസ് വരുമ്പോൾ, ഈ ബിസിനസ്സിലേക്ക് ഇൻകംസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ എക്സ്പെൻസസ് ആകുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യണം. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ സാലറി കൊടുത്തു. സാലറി എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. സാലറി അക്കൗണ്ട് ഡെബിറ്റ് 20,000 റുപ്പീസാണ് നമ്മുടെ സാലറി. എന്ത് വെച്ചിട്ടാണ് കൊടുത്തത്? ക്യാഷ് വെച്ചിട്ടാണ് കൊടുത്തത്. സാലറി എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ട് അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആണ് സാലറി. ഇപ്പോൾ 20,000 നമ്മൾ സാലറി ആയിട്ട് കൊടുത്തു. എന്ത് വെച്ചിട്ടാണ് കൊടുത്തത്? ബാങ്ക് വെച്ചിട്ടാണ് കൊടുത്തത്. ടു ബാങ്ക് അക്കൗണ്ട് 20,000. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റാണ്. അപ്പം അസറ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസറ്റ് വരുമ്പം അല്ലെങ്കിൽ അസറ്റ് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അതാണോ നമ്മളിവിടെ ചെയ്തത് എന്ന് നോക്കുക. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പൈസ പോയി, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യണം വേണ്ടത്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്തു, അപ്പോൾ അത് റെഡിയായി. അതുപോലെ തന്നെ എക്സ്പെൻസിൻ്റെ ഇത് നോക്കുമ്പോൾ ഇതും റെഡിയായി. അപ്പോൾ ഇങ്ങനെയാണ്. ഇത് മൂന്നും കൂടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒന്ന് തന്നെ ഒരു അക്കൗണ്ട് തന്നെ റെഡിയാക്കിയാൽ മറ്റേത് നേരെ തിരിച്ചിട്ടാൽ അപ്പോൾ ഏതാണ്ട് റെഡിയായിക്കോളും. അപ്പം എന്നിട്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി, ഇതന്നെയാണോ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അപ്പോൾ റെഡിയായി കിട്ടും. ഇനി ഇൻകംസ്. ഇപ്പോൾ ഇവിടെ ഇൻകം കിട്ടുകയാണ്. നമുക്ക് സെയിൽ നടന്നു. ബാങ്ക് അക്കൗണ്ട് ആദ്യം തന്നെ നമ്മളെ ഇൻകം എന്താണ്? സെയിലാണ് നമ്മളെ ഇൻകം. ടു സെയിൽസ് ഒരു 10,000 രൂപേൻ്റെ സെയിലാണ്. എന്തിലേക്കാണ് വന്നത്? ക്യാഷ് ആയിട്ടാണ് സെയിൽ നടന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 10,000 റുപ്പീസ്. ക്യാഷ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ടാണ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് ഗോസ് ഔട്ട് ചെയ്യണം. ഇനി സെയിൽസ് എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് ആണെങ്കിൽ ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസ്. അപ്പോൾ ഇതെന്താണ്? ഇത് നമ്മളെ ഇൻകമാണ്. ബട്ട് സെയിൽസ് അപ്പോൾ ഇൻകം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ എൻട്രി വരിക. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് ജേണൽ എൻട്രി. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രിയാണ്. ആദ്യം നമ്മൾ ജേണൽ എൻട്രി പാസ് ചെയ്തിട്ടാണ് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. അക്കൗണ്ട്സിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ ഈക്വേഷൻ കണ്ടോ? അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിങ്. ഈ റെക്കോർഡിങ്ങിന് പറയുന്നതാണ് എന്ത്? റെക്കോർഡിംഗ് ആണ് എന്ത്? ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഈ റെക്കോർഡ് ചെയ്യുന്നതിനാണ് ജേണൽ എൻട്രി എന്ന് പറയുന്നത്. അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. പിന്നെ രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ക്ലാസിഫയിങ് ആണ്. ക്ലാസിഫയിങ് എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ആക്കി തിരിക്കുന്നതാണ്. അത് നമ്മൾ പഠിക്കും. പിന്നെ സമ്മറൈസിങ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ അതെന്താന്ന് പറയാം. അപ്പം ഇത്രയാണ് ട്രഡീഷണൽ അപ്രോച്ചിൽ പഠിക്കാനുള്ളത്. ട്രഡീഷണൽ അപ്രോച്ചിൽ നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, റിയൽ അക്കൗണ്ട് ഉണ്ട്,
അതുപോലെ തന്നെ നോമിനൽ അക്കൗണ്ടും ഉണ്ട്. അപ്പം ഇത് വെച്ചിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, എൻട്രീസ് പാസ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു സജഷൻ എന്തായിരിക്കും എന്ന് വെച്ചാൽ, നിങ്ങളിത് ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മോഡേൺ അപ്രോച്ച് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അപ്പം ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഓഫ് ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് വൈഡ്ലി അണ്ടർസ്റ്റാൻഡ്, യൂസ്ഫുൾ ഫോർ സ്മോൾ ബിസിനസ്സിന് യൂസ്ഫുൾ ആണ്, പ്രൊവൈഡ് ക്ലിയർ ഫ്രെയിംവർക്ക്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി അടുത്തത് മോഡേൺ അപ്രോച്ച്. ഈ മോഡേൺ അപ്രോച്ചാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ട്രഡീഷണൽ അപ്രോച്ച് പഠിച്ചപ്പോൾ തന്നെ ഏതാണ്ട് ഒരു എൻട്രീസിനെ പറ്റിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അതിൽ കുറച്ചുകൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ നമ്മൾ മോഡേൺ അപ്രോച്ചുമായി. അപ്പം ദ മോഡേൺ അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ അമേരിക്കൻ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. ഇറ്റ് ക്ലാസിഫൈസ് അക്കൗണ്ട്സ് ഇൻ ടു 5 മെയിൻ ടൈപ്സ്. നമ്മൾ മുകളിൽ എത്ര ടൈപ്പ് പഠിച്ചത്, അതായത് പേഴ്സണൽ അക്കൗണ്ട്, നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചിൽ നമ്മൾ 3 ടൈപ്പ് പഠിച്ചത്. ഒന്ന് പേഴ്സണൽ അക്കൗണ്ട്, പിന്നെ റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അങ്ങനത്തെ 3 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ് നമ്മൾ പഠിച്ചത്. അതിൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ പേഴ്സൺസ് ഇൻക്ലൂഡ് ചെയ്യുന്ന അക്കൗണ്ട്സ്, ഇപ്പം ഡെപ്റ്റർ, ക്രെഡിറ്റർ, അങ്ങനത്തെ. റിയൽ അക്കൗണ്ട് എന്ന് പറയുമ്പം അസറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഫർണിച്ചർ, ഫിറ്റിങ്സ്, ക്യാഷ്, അതുപോലത്തെ ഐറ്റംസ്. പിന്നീടുള്ളത് നോമിനൽ അക്കൗണ്ട്, അതായത് ഇൻകംസ്, എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടാണ് മൂന്നാമത്തെ നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ഈ 3 ടൈപ്പായിരുന്നു നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചിൽ പഠിച്ചിട്ടുള്ളത്. അത് ബേസ്ഡ് ഓൺ ദാറ്റ് ആണ് നമ്മൾ ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അടുത്തത് എന്ന് പറയുന്നത് മോഡേൺ അപ്രോച്ച്, മോഡേൺ ആയിട്ടുള്ള അപ്രോച്ച്. അപ്പോൾ ഇതിലെത്ര ഐറ്റംസ് ഉണ്ട്? 5 മെയിൻ ടൈപ്സ് ആണ് ഇതിൽ അക്കൗണ്ട്സ് ഉള്ളത്. ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് അണ്ടർ മോഡേൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തുണ്ട്, അസറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് തന്നെ അസറ്റ് ഉണ്ട്. അസറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, റിയൽ അക്കൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറായിട്ട് ഫ്യൂച്ചർ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളെയാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇതിപ്പം ഫിക്സഡ് അസറ്റ്സിലാണ് ഫ്യൂച്ചർ ബെനിഫിറ്റ് ആക്കുക. അല്ലാത്ത അസറ്റ്സ്, അതായത് കറണ്ട് അസറ്റ്സ് ഉണ്ട്, ക്യാഷ്, അതുപോലത്തെ ക്യാഷ്, ഇൻവെൻട്രീസ് ഒക്കെ കറണ്ടായിട്ട് തന്നെ നമുക്ക് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്ന, എക്കണോമിക് ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഐറ്റംസ് ആണ് എന്ത്, അസറ്റ്സ് എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ നോക്കുമ്പോൾ മനസ്സിലായിക്കോളൂ. അപ്പം അസറ്റ്സ് വരുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡെബിറ്റ് ഇൻക്രീസ്, ക്രെഡിറ്റ് ഡിക്രീസ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ അസറ്റ് കൂടുകയാണെങ്കിൽ, അതായത് നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ റിയൽ അക്കൗണ്ട് കണ്ട പോലെ തന്നെയാണ്, പക്ഷേ രണ്ടും നിങ്ങളൊന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒരു അപ്രോച്ച് വെച്ചിട്ടേ ചെയ്യാവൂ കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്താൽ ഫുൾ കൺഫ്യൂഷൻ ആവേ. അപ്പം ഡെബിറ്റ് ഇൻക്രീസ് ഉണ്ടെങ്കിൽ, അസറ്റ്സിൽ ഇൻക്രീസ് ഉണ്ട്, അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. ഇനി അസറ്റിൽ ഡിക്രീസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അതാണ് എന്ത്, ആദ്യത്തെ അസറ്റ്സിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുത്ത് വെച്ച് നോക്കിയാൽ, ഫർണിച്ചർ നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷാണ് കൊടുത്തു വെച്ചാൽ ക്യാഷ് അക്കൗണ്ട്. ഇവിടെ എന്താ വരുന്നത്, ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ഫസ്റ്റത്തേത് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്തു. രണ്ടാമത്തെ അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഡിക്രീസ് ചെയ്യുന്നു,
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഡെബിറ്റിനും ക്രെഡിറ്റിനും ഒരു സൈനും കൂടി ഉണ്ട്. DR എന്ന് വെച്ചാൽ ഡെബിറ്റ് എന്നും CR എന്ന് വെച്ചാൽ ക്രെഡിറ്റ് എന്നും ആണ് അർത്ഥം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളെന്ത് അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അസറ്റ്സിനെ നമ്മൾ മോഡേൺ അപ്രോച്ച് വെച്ച് നോക്കുമ്പം ഇൻക്രീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡെബിറ്റ് ചെയ്യാം, ഡിക്രീസ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ലയബിലിറ്റീസ്. ഈ ലയബിലിറ്റി എന്താ സംഭവം? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ ബാധ്യതകൾ, ഒബ്ലിഗേഷൻസ് ആണ് എന്ത് ലയബിലിറ്റി എന്ന് പറയുന്നത്. നമുക്കിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോണ്, അതുപോലെ തന്നെ സാലറി പേയബിൾ, ഇങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഒബ്ലിഗേഷൻസിൻ്റെ എക്സാമ്പിൾ. അതായത് ഈ ലോണ് നമ്മൾ തിരിച്ച് കൊടുക്കേണ്ടതാണ്. ഈ ലോൺ എങ്ങനെ കിട്ടുമ്പോൾ, ലോൺ നമുക്ക് ക്യാഷിൽ കിട്ടും, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് കിട്ടുന്നത് എന്താണോ, അതായത് ക്യാഷ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അസറ്റിൻ്റെ റൂൾ വെച്ച് നോക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ടു എന്താണ്, ലയബിലിറ്റി ആയിട്ടുള്ള ലോണാണ് നമുക്ക് വരുന്നത്. ലോൺ ക്രെഡിറ്റ് ഇൻക്രീസ്, ഡെബിറ്റ് ഡിക്രീസ്, അതായത് അസറ്റിൻ്റെ നേരെ തിരിച്ചും കിട്ടാൻ മതി. ഈ ലോൺ കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കുറയുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അങ്ങനെയാണ്. അപ്പം ലോൺ അക്കൗണ്ട് ടു ലോൺ അക്കൗണ്ട്, ഇങ്ങനെയാണ് നമ്മൾ കിട്ടുമ്പോൾ എൻട്രി വരിക. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. തിരിച്ച് നമുക്കൊരു ബാധ്യതയാണത്, ബിസിനസ്സിൽ എന്നും ഒരു ബാധ്യത ആയിട്ട് അങ്ങനെ അവിടെ കിടക്കും. ഇത് നമ്മൾ പേ ചെയ്ത് ഒഴിവാക്കുന്നവരെ, ഇപ്പോൾ ഒരു 10 ലക്ഷത്തിൻ്റെ ലോണാണ് നമ്മളെടുത്ത് വെച്ചാൽ ഇത് നമുക്ക് കൊടുത്ത് ഒഴിവാക്കണം. എന്നാലേ എന്തുള്ളൂ, ഒരു ബിസിനസ്സിന് എന്താ പറയുക, ഇത് ബിസിനസ്സിൻ്റെ മണിയല്ല. ഈ ലോണ് 10 ലക്ഷം എന്ന് പറയുന്നത്, ഈ 10 ലക്ഷം ഈ ക്യാഷ് 10 ലക്ഷം കൊണ്ടുവന്നത് ഈ ലോണാണ്. അങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഈ നമ്മളെ കയ്യിൽ ഒരു 10 ലക്ഷം ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ, ബാലൻസ് ഷീറ്റിനെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കുക, ഒന്നും വിഷമിക്കാറാണ്ട. ക്യാഷ് 10 ലക്ഷം ഉണ്ട്. ഇപ്പം ഇവിടെ ലോണ് 10 ലക്ഷം ഉണ്ട്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ, ഈ 10 ലക്ഷം ക്യാഷ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെതല്ല ശരിക്കും, ഈ ലോണിൻ്റെതാണ്, അതായത് ബാങ്കിൻ്റെതാണ് ഈ 10 ലക്ഷം ശരിക്കും. ഇവിടെ എത്രയാണോ ഈ ലോൺ ഉള്ളത്, അതായത് ലയബിലിറ്റി ആയിട്ട് ഇവിടെ എത്ര കിടക്കുന്നുണ്ടോ ലോണ്, അതുപോലെ തന്നെ എന്തെങ്കിലും പേബിൾ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് ശരിക്കും ഇപ്പുറത്തെ അസറ്റ്സ് നിന്ന്, ഇത് അസറ്റ് സൈഡ്, ഇത് ലയബിലിറ്റി സൈഡാണ്. അപ്പം അത്രയും അസറ്റ് സൈഡിൽ ഉള്ള ഐറ്റംസ്, ഇപ്പം പേബിളിൽ ഒരു 2 ലക്ഷം ഉണ്ടെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഇവിടെ ഇൻവെൻട്രി ഒരു 4 ലക്ഷം ഉണ്ട്. അപ്പോൾ ഈ 4ൽ 2 ലക്ഷം ഇൻവെൻട്രീസും പേബിളിൽ 12 ലക്ഷമാണ് നമ്മളെ ടോട്ടൽ ലോണും പേബിളും ആയിട്ടുള്ളത്. അപ്പം ഈ 12 ലക്ഷം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം സപ്പോസ് കമ്പനി പൂട്ടുകയാണെങ്കിൽ, പൂട്ടുന്ന ടൈം ഇത് ഇവിടെ ഇൻവെസ്റ്ററിൻ്റെ പൈസയും കൂടി ഉണ്ടാവും. അതായത് ഇവിടെ ക്യാപിറ്റലും ലയബിലിറ്റി സൈഡിലാണ് വരിക. അതും ഒരു നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോൾ അതും ഒരു ലയബിലിറ്റിയാണ്. ഇപ്പോൾ ഒരു 10 ലക്ഷം ഇവിടെ ഇതുണ്ട്. ഫിക്സഡ് അസറ്റ്സ് ഒരു എത്രയുള്ള 14 22 8 ലക്ഷം ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്. അപ്പം ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നോക്കുമ്പോൾ ക്യാപിറ്റൽ 10 ലക്ഷം ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള അസറ്റ്സ് 10 ലക്ഷം വാല്യൂ ഉള്ള അസറ്റ്സ് ഇൻവെസ്റ്ററുടേതാണ്. അതുപോലെ തന്നെ 10 ലക്ഷം വാല്യൂ ഉള്ള അസറ്റ്സ് ഈ ലോൺ ബാങ്കിൻ്റെതാണ്. 2 ലക്ഷം വാല്യൂ ഉള്ള അസറ്റ്സ് ഈ
പേബിൾ ആയിട്ടുള്ള സാലറി പേബിൾ, അതായത് എംപ്ലോയീസിൻ്റെതാണ് എന്നുള്ളതാണ് ബാലൻസ് ഷീറ്റിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡെറൈവ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ടൈം എടുക്കുമ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ നിങ്ങൾക്ക് മനസ്സിലായില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പം എന്താണ്, അപ്പോൾ ഇത്രയും എമൗണ്ട് നമ്മളിപ്പം കമ്പനി ലിക്വിഡേറ്റ് ചെയ്യണം, അതായത് കമ്പനി പൂട്ടിപ്പോവാന്ന് വെച്ചാൽ ഇതൊന്നും നമ്മളെ പൈസയല്ല. അപ്പോൾ ഇതിനാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. നമ്മുടേതല്ലാത്ത പൈസ നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ട് ഇരിക്കേണ്ട, അതായത് കൊടുത്ത് തീർക്കേണ്ട പൈസയാണ്. നമ്മളെ ബിസിനസ് പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത് തീർക്കേണ്ട പൈസയാണെന്ത് ഈ ലയബിലിറ്റീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആണല്ലോ. അപ്പോൾ ഈ ലയബിലിറ്റീസ് നമ്മൾ എന്താണ്, അത് നമ്മളെ അസറ്റ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. കണ്ടോ, ബാലൻസ് ഷീറ്റിൽ അസറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ലയബിലിറ്റി വരുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ നമ്മൾ അസറ്റ്സിന് എന്താണ് റൂൾ യൂസ് ചെയ്തത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂൾ അങ്ങ് യൂസ് ചെയ്യുക. അതായത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പം ഇത് നമ്മളെ ലോൺ കിട്ടുന്ന എൻട്രിയാണ് ഇട്ടത്. ഇനിയിപ്പോൾ ലോൺ നമ്മൾ റീപേയ്മെൻറ്റ് ചെയ്യും. ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ഒരു 1 lakh വെച്ചാണ് റീപേയ്മെൻറ്റ് പോകുന്നതെന്ന് വിചാരിച്ചോളൂ. 1 lakh നമ്മൾ എന്ത് വെച്ചാണ് റീപേ ചെയ്യുക, അതായത് ലോൺ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുമ്പം നമ്മൾ അത്രയും പേ ചെയ്യുമ്പോൾ അത്ര പിന്നെ പേ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അത്രയും എമൗണ്ട് അവിടെ കുറഞ്ഞു. ഇപ്പം ഇനി ബാലൻസ് 9 ലക്ഷം ഉണ്ടാവുള്ളൂ. അതിൻ്റെ ബാക്കി 1 ലക്ഷം നമ്മൾ പേ ചെയ്യാണ്. എന്ത് വെച്ചാണ്, ടു ബാങ്ക് വെച്ചാണ് നമ്മൾ പേ ചെയ്യുന്നത്. 1 lakh പേ ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ടും വെച്ച് നോക്കുമ്പം എങ്ങനെ ആയാലും ആ റൂള് ശരിയാവും. എങ്ങനെ വെച്ച് നോക്കിയാലും നിങ്ങൾ അസറ്റാണോ ലയബിലിറ്റി ആണോ എന്ത് വെച്ച് നോക്കിയാലും ആ റൂള് കറക്റ്റാവും ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുമ്പോൾ. അപ്പം അത് നിങ്ങൾ ഒന്ന് ഇത് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊന്ന് കറക്റ്റായിട്ട് റെഡി ആവുക. എന്തായാലും ഈ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ക്യാപിറ്റലിൻ്റെ കാര്യം നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ കാര്യം എടുത്തപ്പോൾ പറഞ്ഞു. അതായത് ഓണേഴ്സിൻ്റെ ഫണ്ടാണിത്. അപ്പോൾ ഇതും നമ്മൾ ഏത് സൈഡിലാണ് വരിക, ലയബിലിറ്റി സൈഡിലാണ് വരിക. ഞാൻ പറഞ്ഞു ശരിക്കും നമ്മളെ ബിസിനസ്സിനെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പം അതും ലയബിലിറ്റിയാണ്. ബിസിനസ്സും നമ്മുടെ ഓണറും വേറെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അപ്പോൾ അതിന് പറയാൻ കാരണം തന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഓണർ കൊണ്ടുവന്ന പൈസ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പൈസ അല്ല, അത് ഓണർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട പൈസയാണ്. അപ്പം ഇപ്പോൾ ഒരു 10 ലക്ഷം ആദ്യം തന്നെ ഓണർ കൊണ്ടുവരികയാണ്. അപ്പം കൊണ്ടുവരുമ്പോഴുള്ള എൻട്രി എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ക്യാഷ് ആയിട്ടാണ് നമ്മുടെ കയ്യിൽ കിട്ടുക ബിസിനസ്സിന്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് 10 ലക്ഷം. 2 എന്താണ് വരിക, നമ്മുടെ ക്യാഷ് അക്കൗണ്ട് കൂടി 10 ലക്ഷം, ഇത് അസറ്റാണ്. ഇനി അതുപോലെ തന്നെ ക്യാപിറ്റൽ, അതൊരു ലയബിലിറ്റി സൈഡിലല്ല നമ്മൾ കണ്ടത്. അപ്പം ക്യാപിറ്റൽ അക്കൗണ്ട് ലയബിലിറ്റി കൂടുമ്പോൾ എന്താ വരിക, ക്രെഡിറ്റ് വരും. അപ്പം ക്രെഡിറ്റ് ആയിട്ട് 10 ലക്ഷം വരുന്നു. ഇങ്ങനെ കണ്ടോ, ഡെബിറ്റ് ക്രെഡിറ്റ് ഏതൊരു എൻട്രി എടുക്കുകയാണെങ്കിലും നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും കാണാം. അപ്പം അതാണ് അക്കൗണ്ട്സ്. ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്രെഡിറ്റ് വന്നിരിക്കും. അതുപോലെ തന്നെ ഈ ബാലൻസ് ഷീറ്റ് ഒക്കെ വരുന്നത് ഇത് എപ്പോഴും ബാലൻസ് ഷീറ്റ് ടാലി ആയിരിക്കും. അതായത് ഇതിൻ്റെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 22 ലക്ഷം, ഇവിടെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 22 ലക്ഷം. എപ്പോഴും ഇതിങ്ങനെ വരുള്ളൂ. ഓക്കെ, ഇതൊക്കെ എങ്ങനെ വരുന്നതും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, കുറച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ 3 അക്കൗണ്ട്സിനെ ഇപ്പോൾ തന്നെ പഠിച്ചു. അസറ്റ്സിന് എങ്ങനെ അക്കൗണ്ട് ചെയ്യേണ്ടത്, ലയബിലിറ്റീസ് വരുമ്പോൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ വരുമ്പോൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യേണ്ടത് ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇനി തിരിച്ചാകുമ്പോൾ നേരെ തിരിച്ചിട്ടാൽ മതി. ക്രെഡിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ക്രെഡിറ്റ് ചെയ്യുക, ഡെബിറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇൻകംസ് ഓർ റവന്യൂ എന്ന് പറയുമ്പം നമ്മുടെ കയ്യിൽ സെയില്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ലേബർ ഇൻകംസ്,
അങ്ങനത്തെ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന നമ്മളെ ഇൻകംസ് എന്തൊക്കെയാണോ, ഏതൊക്കെ സോഴ്സിലൂടെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്, അതിനൊക്കെയാണ് റവന്യൂ ഇൻകം എന്ന് പറയുന്നത്. ഇപ്പോൾ സെയിലിലൂടെ കിട്ടും, അതുപോലെ തന്നെ ഇൻട്രസ്റ്റിലൂടെ കിട്ടും, അതുപോലെ തന്നെ ലേബർ ഇൻകം, മറ്റ് നമ്മൾ കോൺട്രാക്ട്സ്, അതർ കോൺട്രാക്ട്സ് എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന ഇൻകംസ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇതിനെ സെയിലിനെ നമ്മൾ റവന്യൂ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻകം എന്നൊക്കെ വിളിക്കും. പിന്നെ ഈ ഇൻട്രസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകംസ് ആണ്. അതായത് നമ്മൾ ബിസിനസ് ചെയ്തിട്ട് സാധനം വിറ്റിട്ടുള്ള ഇൻകം അല്ല. അപ്പോൾ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണെങ്കിൽ നമ്മൾ ടെക്സ്റ്റൈൽസ്, അതായത് നമ്മുടെ ഡ്രസ്സസ് ഒക്കെ വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന പൈസയാണ് ഈ സെയിൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കുറച്ച് ഫണ്ട് ഇട്ട്, അല്ലെങ്കിൽ ഒരു FD അങ്ങനത്തെ എന്തെങ്കിലും നമ്മളെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മണിയാണ് ഇൻട്രസ്റ്റ്. ദിസ് ഈസ് നോട്ട് ആസ് പാർട്ട് ഓഫ് ഓർഡിനറി ബിസിനസ്. അതായത് നമ്മൾ ഈ പർച്ചേസും സെയിലും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് നമ്മൾ ഡ്രസ്സ് വെച്ചിട്ട് വാങ്ങി വിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഇൻകം അല്ല. അതിനെക്കൊണ്ടാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇൻഡയറക്റ്റിനെ പറ്റിയൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ഇത് ഇൻഡയറക്റ്റ് ഇൻകം ആണ് ഇൻട്രസ്റ്റ്. അപ്പം ഈ സെയിൽ റവന്യൂ ഇൻകം എന്ന് പറയുന്നത്, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ക്രെഡിറ്റ് ഇൻക്രീസ്, അതായത് ഇൻകം വരികയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പം സെയിലുണ്ട് എത്രയാണ്, ടു സെയില് ഇപ്പോൾ 2 ലക്ഷത്തിൻ്റെ സെയിലാണെന്നു. എന്തിലേക്കാണ് വന്നത്, ബാങ്ക് ഓർ ക്യാഷ്. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ, റെഡിയാണല്ലോ. ഇങ്ങനെയാണ് നമ്മളെ എൻട്രീസ് വരിക. അതായത് സെയിൽ ഉണ്ടെങ്കിൽ ആ സെയിൽ ഇൻകം ആയിട്ട് കാണിക്കുക. അതുപോലെ തന്നെ ബാങ്ക് ഓർ ക്യാഷ് എന്തിലേക്കാണ് വരുന്നത് അത് ഡെബിറ്റ് ചെയ്തും കാണിക്കുക. ഇത് അസറ്റാണ്, ഇത് ഇൻകമാണ്. അപ്പം ഇങ്ങനെ ഓരോ അക്കൗണ്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി ചെയ്തു പോകാൻ കഴിയും. അപ്പം ഈ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകം, ഇവിടെ എന്താണോ ഐറ്റം, ഈ ഐറ്റം ഓരോ ഐറ്റംസ് എന്തായിട്ട് വരിക നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഇൻകം സെയിൽസ് എന്ന് പറയുമ്പോൾ ഇൻകമാണ്. അപ്പോൾ ഇൻകം വരുമ്പോൾ നമ്മൾ ആലോചിക്കുക, ഇൻകം വരുമ്പോൾ എന്താ വരിക, ക്രെഡിറ്റ് വരും. അപ്പം ക്രെഡിറ്റ് ടു സെയിൽസ്. ഓക്കെ, ഇനി മറ്റേത് എന്തായാലും ഡെബിറ്റിലായിരിക്കും വരും. അപ്പോൾ നമ്മൾ നോക്കുക എന്തിലേക്ക് കിട്ടുന്നത്, ബാങ്ക് ഒരു അസറ്റാണ്, അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യാണ്, ഇപ്പോൾ ഡെബിറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അത് റെഡി ആയിട്ട് വരും. ഇനി ഇതുപോലെ തന്നെ ഇൻകം റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു വരിക, അങ്ങനത്തെ ഇതാണ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നോക്കാം. ഇനി എക്സ്പെൻസ് ആണെങ്കിൽ എന്താണ്, നേരെ തിരിച്ചുള്ള സംഭവമാണ് എക്സ്പെൻസ്. ഓൾറെഡി നമ്മൾ അസറ്റും ലയബിലിറ്റിയും പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റാണ് നേരത്തെ കണ്ടത്. ഇനി P&L എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. അതിൽ ഇവിടെ എന്താ വരിക, ഡെബിറ്റ് സൈഡിൽ ഇവിടെ എക്സ്പെൻസസ് വരും, ഇവിടെ ഇൻകംസ് വരും. അതായത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് രണ്ടും വരിക. ഈ P&L അക്കൗണ്ടൊക്കെ നമുക്ക് നോക്കാനുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. ഒരു എക്സ്പെൻസ് 5 lakh ഉണ്ട്, ഇൻകം 10 lakh ഉണ്ട്. അപ്പം നമ്മളെ പ്രോഫിറ്റ് 5 lakh ഉണ്ട്. ഇവിടെ ബാലൻസിങ് ഫിഗറായിട്ട്, അതായത് എക്സ്പെൻസ് ഇൻകംസ് നമുക്കിവിടെ ഉണ്ടാവും. ഇവിടെ എക്സ്പെൻസ്, ഈ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ച് ബാക്കിയുള്ള ഫിഗറാണ് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണല്ലോ വരിക. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യൽ എങ്ങനെയാണ്, ഒരു ബുക്കിലൊക്കെ എഴുതുമ്പോൾ ഇൻകം
10 ലക്ഷം ലെസ് എക്സ്പെൻസ് 5 ലക്ഷം പ്രോഫിറ്റ് 5 ലക്ഷം. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ബട്ട് നമ്മൾ P&L വരുമ്പം നമ്മൾ എപ്പോഴും അടിയിൽ ലാസ്റ്റ് ടോട്ടൽ കോൾ എപ്പോഴും രണ്ടിൻ്റെയും സെയിം ആയിരിക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ ഒരു ബാലൻസിങ് ഫിഗർ ആയിട്ട്, അതായത് ഇതിൻ്റെ ഇൻകത്തുനിന്ന് എക്സ്പെൻസ് പോയതിൻ്റെ ബാക്കിയുള്ള ഫിഗർ പ്രോഫിറ്റ് ആയിട്ട് ഇടും. ഇനി തിരിച്ചാണെങ്കിൽ ഇപ്പോൾ എക്സ്പെൻസ് 15 ലക്ഷം ഉണ്ട്, ഇൻകം 10 ലക്ഷം ഉണ്ട്. അപ്പോൾ നമുക്ക് ലോസാണ് 5 ലക്ഷം. അപ്പം ലോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 5 ലക്ഷം ഇടും. എന്തായാലും ഇവിടെ നെറ്റ് ചെയ്യുമ്പം ലാസ്റ്റ് ഇവിടെ ടോട്ടൽസ് സെയിം ആയിരിക്കും. ഇപ്പം നമ്മൾ നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ഇനി എക്സ്പെൻസ് എന്ന് പറയുമ്പം ഇപ്പം റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റിൽ വരാൻ കാരണം എന്താ? കാരണം എക്സ്പെൻസ് എന്ന് പറയുമ്പം അത് ഡെബിറ്റിലാണ് വരിക. ഇൻക്രീസ് ചെയ്യുമ്പം ഡെബിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. റെൻ്റ് അക്കൗണ്ട് ഡെബിറ്റ് ഒരു 1000 റുപ്പീസാണ് റെൻറ്റ്. 2 എന്ത് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്? 2 ബാങ്ക് അക്കൗണ്ട് 1000 റുപ്പീസ്. ഓക്കെ ആണല്ലോ? നിങ്ങൾ അപ്പം ഈ എക്സ്പെൻസ്, ഇൻകംസ് ഇതൊക്കെ എങ്ങനെ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി.